ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് ഞാൻ 1 കപ്പ് കടലമാവിൻ്റെ പൊടി ചേർത്തു. പിന്നീട് 1/2 കപ്പ് വറുത്ത അരിപ്പൊടിയും കൂടെ അതിലോട്ട് ചേർത്തു. വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1/2 കപ്പ്. പിന്നീട് ഒരു പിഞ്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് കായപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു. പിന്നീട് 4-5 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തതും കൂടി അതിലോട്ട് ചേർത്തു. പിന്നീട് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. ഏകദേശം ഇതേ ഒരു കൺസിസ്റ്റൻസി വേണം തയ്യാറാക്കാനായിട്ട്. ആ ബൗളൊന്ന് മാറ്റി വെക്കുക. പിന്നീട് ഇതേപോലെ ഒരു കവർ എടുക്കുക. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കവർ എടുത്തിരിക്കുന്നത്. പൈപ്പിംഗ് ബാഗ് ഇപ്പം ഷോപ്പുകളിലെല്ലാം സ്റ്റോക്ക് ഇപ്പോൾ ഇല്ല, കൊറോണ ഒക്കെ ആയതുകൊണ്ട് സ്റ്റോക്കുകൾ ഇല്ല. അതുകൊണ്ട് ചെറിയൊരു ഇതേപോലൊരു കൂടെടുക്കുക. പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കൂട്ട് ഒഴിക്കാവുന്നതാണ്. ഗ്ലാസ് ഇറക്കി വെച്ചിട്ട് ആ ഗ്ലാസ്സിലോട്ട് ആ കവറൊന്ന് ഇറക്കി വെച്ച് അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ചേർക്കുക. പിന്നീട് ഇതേപോലൊരു ഷേപ്പിലാക്കി റബ്ബർ ബാൻഡ് കൊണ്ട് ടൈറ്റ് ചെയ്യുക. ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ച് അതിലോട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന അതിലോട്ട് ചെറിയ ഇതായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ നിന്ന് ചുറ്റിച്ചു കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വേണേ തയ്യാറാക്കാനായിട്ട്. ഫ്ലെയിം കുറച്ചിട്ട് വേണേ. പിന്നീട് ഒരു സൈഡ് മൂക്കുമ്പോഴത്തേക്കും മറു സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. ചായയുടെയും കാപ്പിയുടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. പുതിയതായിട്ട് ഇനി ഞാൻ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണുവാനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിലൊന്ന് ഓളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്ന നമ്പർ. ഓക്കെ, ബൈ, താങ്ക് യു.